ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 23. പുതുകേരള ലക്ഷ്യത്തിലേക്ക് ജനലക്ഷങ്ങൾ ഒറ്റക്കെട്ട്. എല്ലാത്തരം വിധ്വംസക ശക്തികളെയും മാധ്യമങ്ങളെയും ചാനൽ മുറികളിലെ സുഖവാസക്കാരെയും ഏകോപിപ്പിച്ചുള്ള കോൺഗ്രസ് BJP അട്ടിമറി നീക്കങ്ങൾ കടന്നുവച്ച് നവകേരള സദസ് ശനിയാഴ്ച വട്ടിയൂർക്കാവിൽ സമാപിക്കും. കാനം രാജേന്ദ്രൻ്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിയ എറണാകുളത്തെ 4 മണ്ഡലങ്ങളിലെ പര്യടനം ജനുവരി 1-2 തീയതികളിലാണ്. നവംബർ 18 പൈവളികയിൽ തുടക്കമിട്ട സദസ്സ് 36 ദിവസം അക്ഷരാർത്ഥത്തിൽ സർവ്വ മേഖലകളെയും സ്പർശിച്ചു. മലയാളികളുടെ ഹൃദയവും മനസ്സും ആ മുന്നേറ്റത്തെ അനുധാവനം ചെയ്തു. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന നിശ്ചയമുള്ള സർക്കാർ ജനങ്ങളെ കേൾക്കാനും വീഴ്ചകൾ തിരുത്താനും തയ്യാറായെന്നതാണ് സദസ്സിൻ്റെ പ്രത്യേകത. പല പരാതികളിലും ഉടൻ പരിഹാരമുണ്ടായി. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സഹായങ്ങൾ പോലും ഏറ്റെടുത്തു. UDF ഭരണം മുച്ചൂടും തകർത്തവയുടെ വീണ്ടെടുപ്പായിരുന്നു LDF സർക്കാരിൻ്റെ ആദ്യ കടമ. നിരുത്തരവാദ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷം ആ ശ്രമങ്ങളെ നിരന്തരം തുരങ്കം വച്ചു. പദ്ധതികൾ ഏറ്റെടുക്കാൻ കാശാണ് പ്രധാനം. അത് കണ്ടെത്താൻ സ്വീകരിച്ച വഴികളിലും ഉടക്കുണ്ടാക്കി. മോദി ഗവൺമെൻറ് സംസ്ഥാനത്തിന് അർഹമായ സഹായം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറുകയുമാണ്. ഈ 2 സമീപനങ്ങളെയും തുറന്നുകാട്ടാനും സദസ്സിന് കഴിഞ്ഞു. രാജ്യത്തിന് GDP-യേക്കാൾ കൂടുതൽ കടമെന്നാണ് IMF മുന്നറിയിപ്പ്. റിസർവ് ബാങ്കിൻ്റെ കണക്കുപ്രകാരം കടം ഏറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്ന മോദി വൻ ദുരന്തമാണ് വിളിച്ചുവരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമായി. പോലീസ്, ക്രിമിനൽ തെളിവ് നിയമങ്ങൾ മനുസ്മൃതിയുടെ കീഴിലാക്കുകയും ചെയ്തു. ശീതകാല സമ്മേളനത്തിൽ നിന്നും 141 അംഗങ്ങളെ പുറത്താക്കി പാർലമെൻറ്റിനെ ഫലിതമാക്കി. ഇത്തരം ഫാസിസ്റ്റ് നീക്കങ്ങൾക്കിടയിലാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയ പോരാട്ടങ്ങൾ പ്രസക്തമാവുന്നത്. അതും നവകേരള സദസ്സ് ബോധ്യപ്പെടുത്തി. സദസ്സിൻ്റെ പ്രഭാതയോഗങ്ങളിൽ മണ്ഡലങ്ങളുടെ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ആകെ പുരോഗതി ചർച്ചയായി. പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയുമുണ്ടായി. നൂറുകണക്കിന് പരാതികളും നിർദ്ദേശങ്ങളുമാണ് സമർപ്പിക്കപ്പെട്ടത്. സാധാരണ ജനങ്ങൾ ആവലാതികൾ ബോധിപ്പിക്കാനുള്ള മികച്ച അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഓരോ മണ്ഡലം പിന്നിടുമ്പോഴും ജനസമുദ്രമായി മാറിക്കൊണ്ടിരുന്നു. അത് UDF BJP കൂട്ടുകെട്ടിനെ പരിഭ്രാന്തമാക്കി. പ്രാകൃത മുറകളിലൂടെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി സദസ്സ് കലക്കാനായി ശ്രമം. കൃത്രിമ തിരിച്ചറിയൽ കാർഡിലൂടെ സ്ഥാനം പിടിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വ്യാജ സമരമുറകൾ തീർത്തും പരിഹാസ്യമായി. മഷിക്കുപ്പികളും ഗോലികളും മറ്റുമാണ് ഉപയോഗിച്ചതും. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ തൊഴിലെടുക്കാൻ ഇഷ്ടപ്പെടുന്ന 1ാമത്തെ സംസ്ഥാനമാണ് കേരളമെന്ന ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പുറത്തുവന്നത് സദസ്സിൻ്റെ പര്യടനത്തിനിടെയാണ്. 2023 ഡിസംബർ അവസാനത്തിൽ PSC നിയമന ശുപാർശകളുടെ എണ്ണം 32,000 കടക്കും. റാങ്ക് പട്ടികകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയാണ്. ആരോഗ്യവകുപ്പിൽ 3 മാസത്തിനുള്ളിൽ 1035 പേർക്ക് നിയമനം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 605 തസ്തിക സൃഷ്ടിച്ചു. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പ്രഖ്യാപിച്ച പദ്ധതിക്ക് 50 കോടി അനുവദിക്കുകയുമുണ്ടായി. വരുന്ന നവംബർ 1 90% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാവും. 2025 കേരളപ്പിറവി ദിനത്തോടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ സംസ്ഥാനമായി കേരളം മാറും. അങ്കണവാടി ആശാ ജീവനക്കാരുടെ ശമ്പളം കൂട്ടിയത് 62,852 പേർക്ക് പ്രയോജനപ്പെടും. പച്ചത്തേങ്ങ സംഭരണ സബ്സിഡിക്ക് 12.5 കോടിയും നെല്ല് സംഭരണത്തിന് 200 കോടിയും അനുവദിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ അശരണരെ കൈപിടിച്ചുയർത്തിയ LDF സർക്കാർ നേതൃത്വം നൽകിയ നവകേരള സദസ്സ് ജനഹൃദയങ്ങൾ കീഴടക്കിയെന്നതിൻ്റെ തെളിവാണ് അസഹിഷ്ണുതകൾ. അതെല്ലാം അവഗണിച്ച് പുതുകേരള ലക്ഷ്യത്തിലേക്ക് ജനലക്ഷങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമായിരിക്കുന്നു.